നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? 50 വർഷമായി ഈ തിയേറ്റർ തുടങ്ങിയിട്ട്. നിങ്ങൾ എത്ര വർഷമായി? ഇതിൽ 10-30 കൊല്ലമായി ഞാൻ ഇവിടെ. അവർക്കെല്ലാം സംബന്ധിച്ച് കൂടുതൽ ഏറ്റവും നല്ല ഫാമിലി ഓഡിയൻസ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു തിയേറ്ററാണ് ഇത്. മാറി. നമസ്കാരം. സിനിമ, തിയേറ്റർ സംസ്കാരമൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ യുവജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും അതുപോലെ തന്നെ ടെലഗ്രാമും ഒക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള 80കളിലും 90കളിലും ജീവിച്ച മനുഷ്യർക്ക് തിയേറ്റർ ഒരു വലിയ വികാരം തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളും നമ്മുടെ കോളേജും ഒക്കെ ആ തിയേറ്റർ വേണം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഓരോ സിനിമയും നമ്മൾ ആസ്വദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പല സൗഹൃദങ്ങളും മുളയിട്ടിരുന്നത് ഈ തിയേറ്ററിൽ നിന്നായിരുന്നു. ഇത് വർക്കലയാണ്. വർക്കല വിമല തിയേറ്ററാണ്. ഇത് 50 വർഷത്തെ പാരമ്പര്യമുണ്ട്. 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന തിയേറ്ററാണ്. ഇവിടെ പഴയ ആൾക്കാരുടെയൊക്കെ ഒരു എന്താ പറയുക സംഗമിക്കുന്ന കേന്ദ്രം കൂടിയായിരുന്നു ഈ തിയേറ്റർ. ഇന്ന് അതിൻ്റെ മുഖം മിനുക്കുകയാണ്. വിമല തിയേറ്ററിൻ്റെ ഓപ്പറേറ്റർ ഷിബുണ്ണ കൂടെയാണ്. ഷിബുണ്ണ, ഇപ്പം എന്തൊക്കെയാണ് ഈ മുഖം മിനുക്കലിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തത്? മുഖം മിനുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചെയ്തത് 4K പ്രൊജക്ടർ, പുതിയ ലേസർ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിക്ലൈനർ സീറ്റുകൾ ആക്കിയിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളെല്ലാം പുതിയ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നതെല്ലാം. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? 50 വർഷമായി ഈ തിയേറ്റർ തുടങ്ങിയിട്ട്. നിങ്ങൾ എത്ര വർഷമായി? ഇതിൽ 10-30 കൊല്ലമായി ഞാൻ ഇവിടെ ഉണ്ട്. മുതലാളി ആരാണ്? ഇതിൻ്റെ മുതലാളി ആരാണ്? ഇത് സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് മുതലാളി. 50 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് വർക്കലക്കാരുടെ വികാരമായിരിക്കും തിയേറ്റർ അല്ലേ? അതെ അതെ. പണ്ട് പിന്നെ അധികം തിയേറ്റർ ഒന്നും ഇല്ലല്ലോ. ചെറിയ സംഭവങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. സത്യം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ നമ്മളെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടപ്പം കൊള്ളാം, നല്ല ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിനോവേഷൻ ഇങ്ങനെ ചിന്തിച്ചത്? കുട്ടികൾക്ക് വേണ്ടി, പുതിയ ആൾക്കാർക്ക് വേണ്ടി, പയ്യന്മാർക്ക് വേണ്ടി ആണോ ചിന്തിച്ചതും ഇങ്ങനെ ചെയ്തതൊക്കെ? അല്ല, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ചെയ്യുന്നത്. അവർക്കെല്ലാം സംബന്ധിച്ച് കൂടുതൽ ഏറ്റവും നല്ല ഫാമിലി ഓഡിയൻസ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു തിയേറ്ററാണ് ഇത്. മാറി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുഖം മുനുക്കിയത്. ഫാമിലി ഓഡിയൻസ് മാത്രമല്ല, എല്ലാത്തരം ഓഡിയൻസിനും കയറി കണ്ടിട്ട് പോവാം. അപ്പോൾ ഏതൊക്കെ പടത്തിനും ഓടുന്നത് ഇവിടെ? നമുക്ക് ഇപ്പോൾ കളിക്കുന്ന ബറോസ് ഉണ്ട്, പിന്നെ റൈഫിൾ ക്ലബ്ബുണ്ട്. ഇത് രണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഓടുന്നത്. പണി നടക്കണോണ്ടാണ് മോർണിംഗ് ഷോ ഒന്നും ഇല്ലാത്തത്? അതെ അതെ അതെ. പണി നടക്കണോണ്ടാണല്ലേ? അതെ, പണി നടക്കുന്നുണ്ടല്ലോ. ഇതിന് ഷോ ഉണ്ടോ? ഇപ്പം മാറ്റിന് 3 മണിക്ക് ഷോ ഉണ്ട്. ബറോസ് ആണോ? ബറോസ് ഉണ്ട്. ഇതിൽ ഞാനത് ഈ തിയേറ്റർ എന്ന് പരിചയപ്പെടുത്തിയതെന്ന് വെച്ചാൽ 50 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. 50 വർഷമായിട്ട് ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാവുന്ന, വിജയകരമായി കൊണ്ടുപോകുക, ജനങ്ങളുടെ വികാരങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന ചെറിയ കാര്യമില്ല, വലിയ കാര്യം തന്നെയാണ്. അതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നതാണ്. കാരണം ഇത്രയും മുഖം എനിക്ക് ഒരു പുതിയ രീതിയിലേക്ക് ഈ തിയേറ്റർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത, ആ ഒരു സംഭവങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തുകയാണ്. ഷിബു ചേട്ടനാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ ചേട്ടാ? ഇപ്പോൾ പുതിയ എന്തെങ്കിലും വേറെ എന്തെങ്കിലും? വേറെ ഇപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതെ അതെ. ബാറോസ് 3D അല്ലേ? ബാറോസ് 3D ആണ്. ഗ്ലാസ് ഒക്കെ ഇല്ലേ? ഗ്ലാസ് ഉണ്ട്. അതെ അതെ. ക്ലീൻ ചെയ്യാറുണ്ടോ? എല്ലാം ഷോ ബൈ ഷോയ്ക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ അതെ. വളരെ സന്തോഷമുണ്ട് ഈ ഒരു സംഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും പരിചയപ്പെടുത്താനും സന്തോഷമുണ്ട്. ഇസ്മേസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.